ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ പെരുന്നാൾക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഓയിൽ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ഗ്രാമ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സാജീരകമാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂണ്. അതിന് പകരമായിട്ട് നമുക്ക് ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്താലും മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് കുറച്ചൊരു സമയമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് സവാളയൊക്കെ ഒന്നുകൂടി നല്ല കളറായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ മുഴുവനായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ്റെ ഈ ഒരു പിങ്ക് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളറിലേക്കായി വരും. അപ്പോൾ അത്രയും സമയം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറിയാൽ നമുക്ക് ചിക്കൻ വേവാനുള്ളതും അതുപോലെ തന്നെ ചോറ് വേവിക്കാനും കൂടിയുള്ള വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 കപ്പ് വെള്ളം ഏകദേശം നമുക്ക് ചിക്കൻ വേവാൻ തന്നെ വേണ്ടി വരും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചോറ് വേവാനും കൂടി ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഒരു കണക്കിലാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂർ മുന്നേ തന്നെ ബസ്മതി റൈസ് ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. ഇപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ 1-2 തവണ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കൻ്റെ പീസ് മാത്രം നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റി വെക്കാം. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള അരി, ആ വെള്ളം എല്ലാം നന്നായിട്ട് വാർത്തിട്ട് അതായത് ചിക്കൻ വേവിച്ച ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾക്ക് അരിയിലേക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമല്ല ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പാത്രം അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഉൾഭാഗം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുറമേ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. നെയ്യിൽ ഇതുപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചോറിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചോറ് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം ആദ്യം.
പെട്ടെന്ന് കാരമലായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഈ ഒരു സമയമായാൽ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 10-12 ബദാമും 10-12 ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്ലാക്ക് കളറുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റൊക്കെ നന്നായിട്ട് ഈ കാരമലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ മുന്തിരിയും എല്ലാം കൂടി ഇതിന് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതിന് മുകളിലൂടെ സൈഡിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ ഒക്കെ ഫ്ലേവർ ഒന്നുകൂടി നമ്മളുടെ ചോറിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോറാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.